ശുഭാപ്തി വിശ്വാസത്തോടെയും ശുഭചിന്തകളോടെയും എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. സർ, ഞാൻ സാറിൻ്റെ ഇതിൽ ആദ്യത്തെ ഇത് വരുന്നതെന്ന് പറയുന്നത് 1111 പോർട്ടലിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ സാറിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ആ 2 ദിവസത്തെ ഇതിന് വേണ്ടിയിട്ടാണ് ഞാനന്ന് ജോയിൻ ചെയ്തത്. പിന്നെ ഞാൻ സാറിൻ്റെ മെഡിറ്റേഷൻ ഇതിലുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ് പ്രോഗ്രാമിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നേരത്തെ തന്നെ സാറിൻ്റെ വീഡിയോസ് കാണുമ്പം നമുക്ക് പല ഏത് മാനസിക ആ ഒരു ഇതിലിരുന്ന ടെൻഷനിലിരുന്നാലും നമുക്ക് വല്ലാത്ത ഒരു ശാന്തത ഫീൽ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വരുന്നത്. സാറിൻ്റെ വീഡിയോസ് തുടർച്ചയായിട്ട് കാണാനും, പിന്നെ സാറ് പറഞ്ഞതുപോലെ ഞാൻ സാറിൻ്റെ ബുക്കുകൾ ഞാൻ പ്രസീത മാഡത്തോട് പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അഫർമേഷൻസിൻ്റെ ഇത് എല്ലാ അഫർമേഷൻസും ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അന്നേരമൊക്കെ നമുക്ക് നല്ല വല്ലാത്ത ഒരു മനസ്സിനൊരു ശാന്തത ആ ഒരു ഇതുണ്ട്. പക്ഷേ ഇന്നലെ എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്നലത്തെ ആ മെഡിറ്റേഷനും ഇന്നലെ എനിക്ക് കൈ തീരെ വയ്യാഞ്ഞിട്ടും ഞാൻ വന്നത് എനിക്ക് എന്തായാലും എനിക്ക് എന്നെ മാറ്റിയെടുത്തേ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ ഒരു ഇതിലാണ് ഞാൻ വന്നത്. പക്ഷേ ആ മെഡിറ്റേഷൻ്റെ ഒക്കെ ആ ഒരു അവസരത്തിൽ നമുക്ക് എല്ലാം മനസ്സിൽ ഒരു ആശങ്കയില്ല, ഒന്നുമില്ല, വളരെ സന്തോഷം, സമാധാനം. സാറിനോട് നേരിട്ട് സംസാരിക്കുമ്പം കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയും അങ്ങനെയുള്ള കുറേ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള ആ ഒരു ഇതിൽ നേരിട്ട് കാണുമ്പം ഉണ്ടാകുന്ന ആ ഒരു സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അത് നമുക്ക് അങ്ങനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല. ശുഭാപ്തി വിശ്വാസത്തോടെയും ശുഭചിന്തകളോടെയും എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. സർ, ഞാൻ സാറിൻ്റെ ഇതിൽ ആദ്യത്തെ ഇത് വരുന്നതെന്ന് പറയുന്നത് 1111 പോർട്ടലിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ സാറിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ആ 2 ദിവസത്തെ ഇതിന് വേണ്ടിയിട്ടാണ് ഞാനന്ന് ജോയിൻ ചെയ്തത്. പിന്നെ ഞാൻ സാറിൻ്റെ മെഡിറ്റേഷൻ ഇതിലുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ് പ്രോഗ്രാമിൽ